സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 6 വാക്യം വായിക്കുന്നു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. So when he heard that he was sick, he stayed 2 more days in the place where he was. ബേഥാന്യ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു ചെറിയ കുടുംബത്തിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ പ്രമേയം. യെരുശലേമിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ അകലെ ഒലൂമലയിലെ ഒരു ഗ്രാമമാണ് ബേഥാന്യ. ബേഥാന്യ എന്ന വാക്കിന്റെ അർത്ഥം അത്തിപ്പഴത്തിന്റെ വീട് എന്നാകുന്നു. ഈ വീട്ടിൽ ലാസറും അവന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും കൂടെയാണ് താമസിച്ചിരുന്നത്. ലാസർ ദീനമായി കിടന്നു. അപ്പോൾ ആ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും ലാസർ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ 2 ദിവസം കൂടെ അവിടെ പാർത്തു. വിരോധാഭാസമായി തോന്നുന്ന വാക്കുകളല്ലേ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരുമായ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വന്നാൽ എല്ലാം മറന്ന് നാം അവിടെ ഓടിയെത്താറില്ലേ? സ്നേഹത്തിന്റെ ആഴം അല്ലെങ്കിൽ അഗപ്പേ എന്ന് പറയുന്നത് അതുതന്നെയാണ്. നമ്മുടെ പ്രയാസഘട്ടത്തിൽ നാം സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മെക്കുറിച്ച് അന്വേഷിക്കുകയോ സഹകരിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ആഴമായി നമ്മുടെ ഹൃദയം മുറിവേൽക്കാറുണ്ട്. യേശു ലാസറെയും കുടുംബത്തെയും സ്നേഹിക്കുന്നു എന്ന് പറയുകയും വീണ്ടും 2 ദിവസവും കൂടി അവിടെ പാർക്കുകയും ചെയ്തപ്പോൾ തുടർന്ന് എന്തവിടെ നടക്കുമെന്നുള്ള ശരിയായ കാഴ്ചപ്പാട് യേശു കർത്താവിനുണ്ടായിരുന്നു. ലാസർ മരിച്ച് 4-ാം ദിവസത്തിലാണ് ശിഷ്യന്മാരോട് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുന്നത്. യേശുവിന് എല്ലാം അറിയാം. ലാസർ മരിച്ചു എന്ന് ശിഷ്യന്മാരോട് യേശുവാണ് പ്രഖ്യാപിക്കുന്നത്. യേശുവിനോടൊപ്പം പോകുവാൻ ശിഷ്യന്മാർക്ക് താല്പര്യമില്ലായിരുന്നു. റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു. തോമസ് പറയുന്നത് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്നാണ്. യേശു സ്പഷ്ടമായി ശിഷ്യന്മാരോട് പറയുകയാണ്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. തൻ്റെ കാലതാമസങ്ങൾ നിഷേധങ്ങളല്ലെന്ന് യേശു തൻ്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. അവ ദൈവത്തിന് കൂടുതൽ മഹത്വം കൊണ്ടുവന്നു. യേശുവിൻ്റെയും മാർത്തയുടെയും സംഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരമുള്ളവനാണ് യേശു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി. ഒരുവൻ മരിച്ചാൽ 3 ദിവസത്തിനകം ആത്മാവ് തന്നിലേക്ക് മടങ്ങി വരുവാൻ സാധ്യതയുണ്ടെന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അത് യേശുവിന് അറിയാമായിരുന്നതിനാൽ 4 ദിവസം കാത്തിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം പുനരുജ്ജീവനത്തിന് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് അംഗീകരിക്കപ്പെട്ടു. മറിയയും യേശു ഇരിക്കുന്നിടത്തെത്തി അവിടുത്തെ കാൽക്കൽ വീണു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി എന്നെഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനയിൽ നാം കരയുമ്പോൾ നമ്മോടൊപ്പം കരയുന്ന ഉള്ളം നൊന്ത് കലങ്ങുന്ന ഒരു യേശുവാണ് നമുക്കുള്ളത്. യേശു പിതാവിനോട്, നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുങ്കാറ്റുകളും ഉണ്ടായേക്കാം. ദൈവത്തിന്റെ പദ്ധതിക്കായി അവിടുത്തെ സമയത്തിനായി നാം കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കാലതാമസം നേരിട്ടാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതരുത്. കർത്താവിന്റെ സമയത്ത് അതിമഹത്തമായി അത് നിർവഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം മഹത്വമെടുക്കുവാനും അനേകർ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനും ഇടയായി തീരും.
God bless you all with these words.